കേരള യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ്ങിനുള്ള അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾ കൊടുത്ത അപേക്ഷയിലുള്ള തെറ്റുകൾ തിരുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താം. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ ഓപ്ഷൻ എന്ന് പറയും. ഈ ഓപ്ഷനുകൾ നിങ്ങൾക്ക് റീ അറേഞ്ച് ചെയ്യാം. അതിന്റെ ഓർഡർ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് ആക്കാം, സെക്കൻഡ് കൊടുത്ത് ഫസ്റ്റ് ആക്കാം, 10ാമത് കൊടുത്ത ഫസ്റ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ ഉള്ള ചിലത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. പുതിയ ഓപ്ഷനുകൾ, പുതിയ കോളേജ് കോഴ്സൊക്കെ ആഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അത് ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അവസരം കൂടി ഉണ്ടാവും. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് അഡ്മിഷൻ കിട്ടിയെന്ന് ആരും കരുതരുത്. ദാറ്റ് ഈസ് എ ട്രയലിൽ കിട്ടിയത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതൊരു ട്രയലാണ്. ആ നിലക്ക് അതിനെ പരിശോധിക്കാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത അലോട്ട്മെന്റിന് മുമ്പ് വേണ്ട തിരുത്തലുകളെല്ലാം വരുത്തുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാവിധ നോട്ടിഫിക്കേഷനും മറ്റു സഹായങ്ങൾക്കും നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വേണ്ടവർ ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.